പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇങ്ങനെ പുതിയ അതിഥികളെ തേടിയുള്ള യാത്രയാണ്. പക്ഷേ നമ്മൾ പുതിയ അതിഥികളെ തേടി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ അതിഥികളെ കിട്ടുന്നില്ല. കാരണം പുതിയ അതിഥികളെ കിട്ടുക എന്നാൽ ചിലപ്പോൾ ഒരു വർഷമോ 2 വർഷമോ കൂടുമ്പോഴായിരിക്കാം പുതിയ അതിഥികളെ നമ്മുടെ ക്യാമറ കണ്ണിലേക്ക് എത്തുക, അല്ലെങ്കിൽ പുതിയ അതിഥികൾ നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. എന്തായാലും അങ്ങനെ പുതിയ അതിഥികൾ തേടിയുള്ള യാത്രയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ആ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ വീണ്ടും അടുത്ത ദിനം സുപ്രഭാതത്തിൽ 1-ാം തീയതി യാത്ര തുടർന്നു. ഈ യാത്രയിൽ, ഇന്നത്തെ യാത്രയിൽ ആദ്യത്തെ അതിഥിയെ തേടി വന്ന് നിൽക്കുന്നത് നമ്മളിപ്പോൾ പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്തെ റാന്നി ലൈനിലാണ്. ഇവിടെ ഇന്ന് വന്നുവെങ്കിലും ഈ കോള് എൻ്റെ മൊബൈലിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസമാണ്. ഇവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാനെ വെച്ചിരിക്കുന്ന PVC, നമ്മുടെ കോർപ്പറേഷനിൽ നിന്നൊക്കെ കൊടുക്കുന്ന 8 ഇഞ്ച് PVCക്ക് അകത്ത് ഒരു അതിഥി വന്ന് കയറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇതിനെ കണ്ടപ്പോൾ ഒരു പൈപ്പ് എടുത്ത് വെച്ച് കമിഴ്ത്തിയിരിക്കാം. അപ്പോൾ അതിനെ സേവ് ചെയ്യണമെന്നുള്ള ചിന്തയായിരിക്കാം അവരെ അതിനെ ഉപദ്രവിക്കാതിരുന്നത്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ആ പൈപ്പിനകത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഹൂ എന്ന് ആക്കുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഒരു കൂടിയ ഐറ്റം എന്നാണ് നമ്മുടെ ചെറുപ്പക്കാരൻ അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്. ഒരു വ്യത്യസ്തനായ കൂടിയ ഒരു സാധനമാണെന്ന് പറഞ്ഞു. കൂടിയ സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. പോകാം നമുക്ക് നമ്മുടെ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ആ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ സമയം കളയുന്നില്ല, പോയി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥിയെ പരിചയപ്പെടുത്താം. എന്തായാലും നമ്മൾ ഈ വീട്ടിൽ വന്നു. ഇവർ പറയുന്നത് ഈ പൈപ്പിനകത്ത് അതിഥി ഉണ്ടെന്നാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് കറക്റ്റായി. അദ്ദേഹം ഇതിനകത്ത് ഒരതിഥി റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരു വ്യത്യസ്തനായ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തനായ അതിഥിയാണ്. കാരണം ഈ കനമുള്ള, കൈയുടെ ഇത്രയും വണ്ണമുള്ള, ഒരു 7 അടിയോളം നീളമുള്ള അതിഥിയൊന്നുമല്ല. വളരെ സ്ലിമ്മായിട്ടുള്ള, വളരെ കനം കുറഞ്ഞ ഒരു കുഞ്ഞൻ അതിഥിയാണ്. 1 മീറ്ററോളം മാത്രം നീളം വരുന്ന ഒരു അതിഥിയാണ്. അദ്ദേഹം എന്ന് പറയുന്നത് കൊമ്പേരി എന്നറിയപ്പെടുന്ന, വില്ലൂന്നി എന്നറിയപ്പെടുന്ന അതിഥിയാണ്. നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പൈപ്പിനകത്ത് ഇരിക്കുന്ന അതിഥിയെ. അതിന് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് കൊടുക്കുന്ന പൈപ്പിന് ഇങ്ങനെയും ഒരു ഉപകാരമുണ്ടോ എന്നുള്ളത്. വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഉപകാരം ഇല്ലാതായി പാമ്പ് വന്ന് അകപ്പെട്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പാമ്പിനെ പിടിച്ചു വെക്കാൻ പറ്റിയ ഒരു ഉപകാരം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കാണാം നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പൈപ്പിനകത്തിരിക്കുന്ന അതിഥി. എന്തായാലും നമ്മൾ ഈ അതിഥിയെ പിടികൂടി. അത് കൊമ്പേറിയ വില്ലൂന്നി തന്നെയാണ്. പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത്, അധികം പ്രായക്കാരനൊന്നുമല്ല. ഉദ്ദേശം 3 വയസ്സിന് താഴെ മാത്രമേ ഇദ്ദേഹത്തിന് പ്രായമുള്ളൂ. ഇദ്ദേഹം ഫീമെയിൽ, പെൺ കൊമ്പേറിയ വില്ലൂന്നി എന്നറിയപ്പെടുന്ന, ബ്രൗൺ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹം കടിക്കുന്ന അതിഥി. കഴിഞ്ഞ നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഇദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ എൻ്റെ ചുണ്ടിൽ കടിപ്പിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നും നമ്മുടെ പല സ്ഥലങ്ങളിലും, കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് കെട്ടുകഥകൾ പരക്കുന്നുണ്ട്. ഇദ്ദേഹം കണ്ണിൽ കൊത്തുകൊന്നൊക്കെയുള്ള രീതിയിലൊക്കെ കഥകൾ പരക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല കൊമ്പേരികളൊന്നും. ഇത് വെറും നോൺ വെനമസായ അതിഥികളാണെന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു. ഇദ്ദേഹത്തെ നിങ്ങൾ വീട്ടിലോ പറമ്പിലോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ടതില്ല. നിങ്ങൾ അദ്ദേഹത്തിനെ പോട്ടയം ചിന്തിക്കാം. കാരണം ഇത് ഉപദ്രവകാരിയല്ലാത്ത, നിരുപദ്രവകാരിയായ ജീവിയാണ്. കാരണം ഇത് പല്ലിയെ പിടിക്കുന്നൊരു അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ മെഡിസിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അലർജി പോലും ഉണ്ടാകാൻ പോകുന്നില്ല ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ. ഉദ്ദേശം 1 മീറ്റർ, ഞാൻ പറഞ്ഞു 1 മീറ്ററിനടുത്ത് നീളമുള്ളത്, 1 മീറ്ററിനടുത്ത് നീളമുള്ള വില്ലൂന്നി അഥവാ കൊമ്പേരി തന്നെയാണ്. ഏകദേശം 1 മീറ്റർ അടുത്ത് നീളം മാത്രമേ ഉള്ളൂ. നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന അതിഥിയാണ്. അതുപോലെ കഴിഞ്ഞ ഒരു എപ്പിസോഡ്, നമ്മളൊരു എപ്പിസോഡ് ഞാൻ പാമ്പുകളുടെ പ്രായം പറയുന്നുണ്ടായിരുന്നു, പാമ്പിൻ്റെ പ്രായം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് പാമ്പിൻ്റെ പ്രായം മനസ്സിലാക്കുക എന്നൊക്കെ എൻ്റെ ഫേസ്ബുക്ക് വഴി എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം,
പാമ്പിൻ്റെ പ്രായം മനസ്സിലാക്കാൻ സാധാരണ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു പാമ്പിൻ്റെ പ്രായം ഞങ്ങളെപ്പോലുള്ളൊരു മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ കുറച്ച് ദിവസം വീട്ടിൽ സൂക്ഷിച്ചുമൊക്കെ അതിന് ഒരു വർഷം കഴിയുമ്പോൾ എത്ര സൈസ് വെക്കുന്നു, എത്ര ഭാരം ഉണ്ടാകുന്നു എന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ പ്രായം തീരുമാനിക്കും. അതുപോലെ തലയുടെ മുകളിലുള്ള ഈ മാർക്ക് കണ്ടാൽ അറിയാൻ പറ്റും. വാലിൻ്റെ അവിടെ കെട്ടുകളുടെ എണ്ണം നോക്കിയാലും അറിയാൻ പറ്റുന്ന ഒരു വിധമുള്ള പാമ്പുകളുടെ പ്രായം പറയാൻ കഴിയും. ഇതൊരു അവയർനെസ് ആയിട്ട് കാണും. ഈ പൈപ്പ് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു ചെറിയ അതിഥിയെ കണ്ടാൽ നിങ്ങളൊരു കണക്കുള്ള പൈപ്പ് വെച്ച് മൂടി വെക്കുക, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെച്ച് മൂടി വെക്കുക, അതിൻ്റെ പുറത്ത് ഭാരം വെക്കുക. അങ്ങനെയൊക്കെ വെച്ചിരുന്നാൽ നമ്മളെപ്പോലുള്ള ചിലപ്പോൾ ഞങ്ങൾ കേരളത്തിൽ 3,34,00,000 ആൾക്കാരുള്ളതിൽ എല്ലാവരും പാമ്പ് പിടുത്തക്കാരല്ല, വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇതിനെ സേവ് ചെയ്യുന്നവർ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ എത്താനായിട്ട് ഒരു അല്പം വൈകുമ്പോൾ ഇങ്ങനെ നിങ്ങൾ വെച്ചിരുന്നാൽ നമ്മൾ അടുത്ത ദിവസമെങ്കിലും വെയിലടിക്കാതിരുന്നതിൽ ചൂട് കൊണ്ട് മരണപ്പെടാതിരിക്കാനായിട്ട് ഒതുക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് അതിനെ കളക്ട് ചെയ്ത് എവിടെയെങ്കിലും കൊണ്ട് തുറന്നു. പക്ഷേ വില്ലൂന്ന് എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ കാണാൻ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, എവിടെയെങ്കിലും പോട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ മാറിക്കൊടുത്താൽ മതി. കാരണം ഇവ ഉപദ്രവിക്കുന്ന അതിഥിയല്ല എന്നുള്ളത് കൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ടുള്ള മെഡിസിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ അതിഥിയെ സൂക്ഷിച്ച് വെച്ചിരുന്ന കാത്തു വെച്ചിരുന്ന ഇവരോട് നന്ദി പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു കോളിലായി പുതിയൊരു അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ജൈത്ര യാത്ര രാത്രിയായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത അതിഥിക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തനായ അതിഥിയെ തേടിയുള്ള യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് കഴിഞ്ഞ് ചുള്ളിമാനൂരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ഷീറ്റ് അടുക്കി വെച്ചിരിക്കുന്നതിനിടയിൽ ഒരു പാമ്പ് പത്തിയുമായിട്ട് നിന്നാണ് ഇവിടുത്തെ ചേട്ടൻ വിളിച്ച് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഭഗവാനെ, ഞങ്ങൾക്കിന്ന് ഒരു 50 കോളിങ്ങിന് വെയിറ്റിങ്ങിലുള്ളതാണ്. അത് വെറുതെ ആകുമോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ ചേട്ടനെ സംശയം പറഞ്ഞുവെങ്കിലും അവർ ഇതുവരെ ടോർച്ചിൻ്റെ വെട്ടമൊക്കെ കഴിയുന്നത് വരെ അവിടെ അത് തെളിച്ച് നിന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല, പോകാൻ നമുക്ക് നമ്മുടെ വ്യത്യസ്തനായ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ആ വഴിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് വീട് തൊട്ടടുത്താണ്. ഓക്കെ. ഈ താഴെ നിൽക്കുന്നവർ നോക്കി ബാക്കിലോട്ട് ഇറങ്ങിക്കണം കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങിക്കണം കേട്ടോ. ഇത് അങ്ങോട്ടൊക്കെ ചാടി അറിയത്തില്ല, താഴോട്ട് കുറച്ച് ബാക്കിലോട്ട് നീങ്ങിക്കണം കേട്ടോ. എന്തായാലും നമ്മൾ ഈ സ്ഥലത്ത് ഇവർ പറയുന്നത് ഇതിനകത്ത് കയറി എന്നുള്ള ചേട്ടൻ കണ്ട് പറഞ്ഞത് ഒരു വയസ്സായ പ്രായം കൂടി ഒരു മാമൻ പറഞ്ഞ് ഇതിലേക്കൂടെ കയറുന്ന അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി സമയം കളയുന്നില്ല, നമുക്ക് ഈ ഷീറ്റൊക്കെ മാറ്റി നോക്കണം. പക്ഷേ നമുക്കിനി ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഷീറ്റ് മാറ്റി ഇടയ്ക്കൊന്ന് കയറരുത് കേട്ടോ ആരും. താഴെ നിൽക്കുന്നത് നോക്കി നിൽക്കണം കേട്ടോ, കണ്ടോ? ഷീന മാറ് ചേട്ടാ, മാറ്. ചെറിയ കുഞ്ഞു മൂർക്കൻ, കുഞ്ഞു പറയുമ്പോൾ തീരെ കുഞ്ഞല്ല, 2 വയസ്സിനടുത്ത് മാത്രം പ്രായം വരുന്ന ഒരു ഫീമെയിൽ മൂർക്കൻ പാമ്പാണ് ഇത്. സാധാരണഗതിയിൽ വെനം നമ്മുടെ ഒരു മനുഷ്യനെ കൊല്ലാൻ ഉള്ള അളവിനേക്കാളും വെനം ഇദ്ദേഹത്തിൻ്റെ ഗ്ലാൻഡിൽ ദഹനഗ്രന്ഥിയിലുണ്ട്. ഇതിപ്പോൾ പടം എടുക്കാത്ത എനിക്ക് തോന്നുന്നത്
ഇദ്ദേഹം പടം എടുക്കാത്തത് ഒന്നുകിൽ നമ്മൾ ഈ ചപ്പൊക്കെ മാറ്റിയപ്പോൾ അല്ലെങ്കിൽ ഷീറ്റ് തടിയൊക്കെ പിറക്കി മാറ്റിയപ്പോൾ എൻ്റെ ദേഹത്തൊന്ന് തട്ടിയിരിക്കാൻ വേദനിച്ചിരിക്കുക. അതായിരിക്കും പെട്ടെന്ന് ഈ പത്തി എടുക്കാണ്ടൊരു മടി. ആ പത്തി എടുക്കാണ്ട് മടി കാണിക്കുന്നത് വളരെ സൂക്ഷിക്കണം. കാരണം പത്തി എടുക്കാൻ മടിക്കുന്ന പാമ്പുകളുടെ കടി പെട്ടെന്ന് മിന്നൽ വേഗത്തിലായിരിക്കും അദ്ദേഹത്തിൻ്റെ കടി. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും സ്പീഡിൽ അല്ലെങ്കിൽ വേഗത്തിൽ കടിക്കാൻ കഴിയുന്നത് ഏകദേശം 1 മീറ്ററിലേറെ നീളം വരുന്ന പെൺമൂർഖനും. ഇദ്ദേഹം ചട്ട പൊഴിച്ചിട്ടില്ല, പടം പൊഴിച്ചിട്ടില്ല, പടം പൊഴിക്കാറായിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുള്ളത് ഇദ്ദേഹത്തിന് നോക്കാം, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ കടിക്കാനുള്ള ആ ടെൻഡൻസി മാത്രമേ ഇന്ന് നമ്മൾ പിടികൂടിയ എല്ലാ പാമ്പുകളിലും ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞു ചൂട് കൂടുന്നത് കൊണ്ട് പെട്ടെന്ന് കടിക്കാനുള്ള ടെൻഡൻസി കൂടും. അത് ടെൻഷൻ പേടിച്ചിട്ട് മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് കടിക്കാനായിട്ടുള്ള പ്രവണത കാണിക്കുന്നത്. അതുപോലെ ഒരു കാര്യം നമ്മളൊരിക്കലും നമ്മുടെ പ്രേക്ഷകരോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, ഒരിക്കലും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിച്ച് അപകടം ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ പ്രോഗ്രാം കണ്ട് അനുകരിക്കുന്ന ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു ഈ 2016. ഒരിക്കലും അനുകരിക്കാതിരിക്കുക. ഇത് ഉദ്ദേശം 2 വയസ്സോളം പ്രായം വരുന്ന ഫീമെയിൽ പെൺ മുർക്കൻ പാമ്പ് തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മുർക്കൻ പാമ്പിനെ പരിചയപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിത് വ്യത്യസ്തനൊന്നുമല്ല. സാധാരണ നമ്മുടെ എല്ലാ എപ്പിസോഡുകളിലും പരിചയപ്പെടുന്ന അതിഥിയായതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിനെക്കുറിച്ച് പ്രത്യേകം പറയാനൊന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും ഇത് അനുകരിക്കാതിരിക്കുക. വാവാ സുരേഷ് എന്ന് പറഞ്ഞാൽ പാമ്പിന് പേടിയാവുമെന്നില്ല. വാവാ സുരേഷിനെയും പാമ്പ് കടിക്കും. കഴിഞ്ഞ ആഴ്ചയും ചുണ്ടിൽ മുർക്കൻ പാമ്പിൻ്റെ കടിയേറ്റു. 10 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ വിചാരിക്കും വാവാ സുരേഷ് പാമ്പിനെ പിടിച്ച്. ഇന്നലെ തന്നെ ഒരു കോതമംഗലത്തിൽ പരിപാടി പങ്കെടുക്കുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ തന്നെ ചോദിച്ചു, വാവാ സുരേഷിൻ്റെ ഈ കടിക്കാതിരിക്കാനുള്ള ടെക്നിക്ക് നമ്മുടെ സ്റ്റാഫുകൾ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഓഫീസർമാർ പറഞ്ഞത്. അങ്ങനെ ഒരു ടെക്നിക്കൊന്നുമില്ല. അങ്ങനെ ടെക്നിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 10 പ്രാവശ്യം മരണത്തെ മുഖാമുഖം കാണില്ലായിരുന്നു. എന്തായാലും നമ്മൾ സമയം കളയാതെ ഈ അതിഥിയെ ബോട്ടിലാക്കി മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ മൺവിള എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ്. കുരിശടിക്ക് പിന്നിലാണ്. നമ്മൾ എത്തുന്നതിന് മുന്നേ കുരിശടിന്ന് ഇടത്തോട് തിരിഞ്ഞ് പോകുന്ന വഴിയിലൊരു ഉള്ളിലാണ്. ഇവർ വിളിച്ചിട്ട് ശേഷം 2 മണിക്ക് റോഡ് സൈഡിൽ ഒരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കും. ഇവർ വിളിച്ച സമയത്ത് നമ്മൾ ബാലരാമപുരത്തിനടുത്ത് നിൽക്കുമായിരുന്നു. വരുന്ന വഴിക്ക് നമ്മൾ മറ്റൊരു കോൾ അറ്റൻഡ് ചെയ്തു. അതാണ് ഇത്രയും വൈകിയത്. അപ്പം എന്തായാലും ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഈ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ, ആൾവാസം കുറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഇതിനു മുന്നേ ഞാൻ പല പ്രാവശ്യം വന്ന് പാമ്പിനെ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും അതിഥി അവിടെ ഇരിക്കുന്നത്. ഇവർ പെട്ടെന്ന് വണ്ടി വരുന്ന സമയത്ത് വണ്ടിയുടെ വെട്ടത്തിലാണ് കണ്ടത് ഒരു പാമ്പ് അല്ലെങ്കിൽ ഒരു അതിഥി പെട്ടെന്ന് എഴിഞ്ഞു പോയിട്ട് ഒരു സ്ഥലത്ത് പെട്ടെന്ന് പണ്ടത്തെ അമ്മമാരെ കുട്ട കൂടി ഇരിക്കുന്നു, വട്ട ചുറ്റി ഇരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും വെറുതെ ഇങ്ങനെ മടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ദൂരം തന്നെ അതിഥി നമുക്ക് കാണാം. അത്ര വലിയ അതിഥി. അവർ പറഞ്ഞ് വെള്ളച്ചെട്ടി എന്നാണ്. വെള്ളച്ചെട്ടി എന്ന് പറഞ്ഞൊരു പാമ്പ് ലോകത്തൊരിക്കലും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ യഥാർത്ഥ പേര് മൂർഖൻ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന, സർപ്പം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന, നാഗൻ എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന, നല്ലാത്തൻ പാമ്പ് എന്ന് തമിഴിൽ അറിയപ്പെടുന്ന അതിഥി മാത്രമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. പിന്നെ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഓരോന്നിനും പേര് നൽകുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ഇന്ന് നമ്മുടെ യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട അതിഥികളിൽ പ്രായം കൂടി അതിഥി തന്നെയാണ്. അദ്ദേഹത്തിന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് കാണാൻ കഴിയും. തുറന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മതിലിനോട് ചേർന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞ് നമുക്കറിയാൻ ദൂരെയാണ്. അധികം പ്രായമുള്ള ആളൊന്നുമല്ല. ഒരു ആൺ മൂർഖൻ പാമ്പ് തന്നെ. വെറും 13 വയസ്സിന് അടുത്ത് മാത്രം പ്രായം വരുന്ന, കണ്ണിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. കാരണം പാമ്പുകൾക്ക് കാഴ്ചയില്ലെങ്കിലും, ഇപ്പോൾ കണ്ണുണ്ടെങ്കിലും കാഴ്ചയില്ലെങ്കിലും നേരിട്ട് പോലെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിന്ന് കാണുന്നത് അതിൻ്റെ ഇരിക്കുന്ന ഇരിപ്പിൽ ഇടത് സൈഡിലെ കണ്ണിന് എന്തോ ഒരു ഷാഡോ അതല്ലെങ്കിൽ ഒരു മൂടൽ വന്നിട്ടുണ്ട്. കാരണം എനിക്കൊന്ന് സ്കിൻ ഷെഡ് ചെയ്തപ്പോൾ ചട്ട പൊഴിച്ചപ്പോൾ അത് ഇളകി പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മുടെ സമയങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നമുക്ക് കാണാം ആ കുഞ്ഞൻ അതിഥിയെ. നമ്മുടെ നാട്ടുകാർക്ക് വരുന്ന പരിചയപ്പെടുത്താം. കാണാം നമുക്ക് കുഞ്ഞൻ അതിഥിയെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കണ്ണിന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഈ കണ്ണിന് ഒരു കുഴപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് നോക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണിന് പാട വന്ന് മൂടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിന് നമുക്കൊന്ന് കാണാം. അദ്ദേഹം ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞതുപോലെ 13 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു ആൺ മൂർഖൻ പാമ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നോക്കുക. കടിക്കണം ചിന്ത മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന് ഇപ്പോൾ. അതിന് കാരണം കണ്ണിന് ക്ഷതം പറ്റിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നത്. കണ്ണിന് ഞാൻ പറഞ്ഞ ഈ സൈഡിലെ കണ്ണ് മൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഷാഡോ പോലും നിഴൽ പോലും കിട്ടുന്നില്ല. അതാണ് ഇവിടുന്ന് വണ്ടി വന്നപ്പോൾ അദ്ദേഹം അങ്ങനെ തന്നെ ഇരുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത.
നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലും ഇത് അനുകരിക്കരുത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ശരീരത്തിലെ ഹോർമോൺസ് അല്ല മറ്റുള്ളവരുടെ ശരീരത്തിൽ ആൻറ്റിബോഡി ഉള്ളത് കൊണ്ടാണ് ഞാൻ ലാഘവത്തോടെ ഇദ്ദേഹത്തിന് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ പോസ്റ്റ് കണ്ടിട്ടും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത് ആ ഒരു കണ്ണിന് ചെറിയൊരു ഷാടയുള്ളതുകൊണ്ട് കൂടുതൽ കടിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഞാനിത് പിടിച്ചിരിക്കുന്നത് എനിക്കത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് അദ്ദേഹത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഓർക്കുക, ഇത് ഒരിക്കലും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളതിന് ഉത്തരവാദികളല്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പരിചയപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞ 13 വയസ്സിനടുത്ത്, ഏകദേശം പരമാവധി പ്രായത്തിനടുത്തായി കഴിഞ്ഞു ഇദ്ദേഹത്തിന്. പരമാവധി പ്രായത്തിനടുത്തായ ഒരു ആൺ മൂർഖൻ പാമ്പാണ് ഇദ്ദേഹം. സർപ്പം സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന നാഗൻ എന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന നല്ലാത്താൻ പാമ്പ് എന്നറിയപ്പെടുന്ന അതിൽ തന്നെയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിനിപ്പോൾ ഒരു കണ്ണിനൊരു ചെറിയ അപാകത ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം കടിക്കാൻ വേണ്ടി മാത്രം മുതിരുന്നത്. വുഡിൻ്റെ പുറകിലുള്ള ആ സിമ്പലൊക്കെ കണ്ണ് എന്ന് നമ്മൾ പറയുന്നത് നല്ല തെളിഞ്ഞ് നല്ല സ്പഷ്ടമായിട്ടിരിപ്പുണ്ട്. അതിന് കാരണം ചട്ട പൊഴിച്ച് സ്കിൻ ഷെഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരിക്കലും നമ്മുടെ പ്രേക്ഷകർ അനുകരിക്കാൻ ശ്രമിക്കരുത്. അനുകരിച്ച് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളതിന് ഉത്തരവാദികളായിരിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ അതിഥിയെ നമ്മൾ ഇവിടെ നിന്നൊരു ചാക്ക് വാങ്ങി ചാക്കിലാക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. നമ്മളെന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് തന്നെ മൺമലയിൽ അതിഥിയെ പിടികൂടി കഴിഞ്ഞ് ജാറിലാക്കി കഴിഞ്ഞ്, പക്ഷേ ഒരു പ്രത്യേകതയുള്ളത്, നമ്മുടെ യാത്രയിൽ അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയിൽ ഇന്നത്തെ ദിനം, ഈ രാത്രി അല്ലെങ്കിൽ ഈ സായാഹ്നം ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മുടെ പ്രോഗ്രാം കാണുന്നില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നമ്മളെ സഹായിക്കാനായി വന്ന അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാനായി വന്ന അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പോൾ കൽക്കട്ടയിൽ നിന്ന് വന്ന മലയാളികളല്ലാത്ത നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ് ഇതിൽ ഈ നിൽക്കുന്നതിൽ കൂടുതലും. ഇപ്പോൾ 1-2 തലകൾ മലയാളം ഉണ്ട്, പക്ഷെ അവർ വിചാരിക്കും ഇനി എല്ലാവരും കൂടി ചേർത്ത് പറഞ്ഞു. പക്ഷേ അല്ല, ഇവരൊക്കെയാണ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രിയ സഹോദരന്മാർ. കൽക്കട്ടയിൽ നിന്ന് വന്ന കുറേ അധികം സുഹൃത്തുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇവർ ഇവിടെ പണിക്ക് വന്നതാണ്. അപ്പോഴാണ് അവർ ഈ അതിഥിയൊക്കെ. സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ മാത്രം പാമ്പുകളെ കൊല്ലുന്നില്ല, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പാമ്പിനെ കൊല്ലുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ഇവരതിനെ വേണ്ടി കാവൽ നിന്നു ഇത്രയും നേരം. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ ഈ പ്രിയ സഹോദരന്മാരോട് യാത്ര പറഞ്ഞ്, ഇവിടുത്തെ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് മറ്റൊരു അതിഥിക്കായി, പുതിയ ഒരു അതിഥിയെ തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു. ഇവർക്കെല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.